ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിനിർണായകവും അടിയന്തരവുമായ ഒരു നീക്കം നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ 6 ദിവസമായിട്ട് കേരള പോലീസ് വല വിരിച്ച് രാവും പകലും കാത്തിരുന്നിട്ടും മാങ്കൂട്ടത്തെ കണ്ടെത്താനായിട്ടില്ല. അതിനിടയിൽ പൊള്ളാച്ചിയിലാണ്, കർണാടകത്തിലേക്ക് കടന്നിരിക്കുന്നു. 3 കാറുകളിലായിട്ടാണ് യാത്ര തുടങ്ങി. ഓരോരോ മിനിറ്റിലും പുതിയ വാർത്തകൾ വന്ന് നിറയുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിന് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. സത്യത്തിൽ അതിജീവിതയെ അപമാനിച്ചതിന് പേരിൽ ഏകദേശം 20ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതും അവിടെ നിരാഹാരത്തിൽ കിടക്കുന്നതുമൊക്കെ. ഇത്തരത്തിൽ മാങ്കൂട്ടം വിഷയം രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ തലക്കലും ഇപ്പോൾ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ വിഷയത്തിൽ പ്രമുഖ വ്യവസായി കൂടിയായ ബോബി ചെമ്മണ്ണൂരടക്കം പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് രാഹുൽ തന്റെ അഭിഭാഷകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊരു നീക്കം നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് പരിഗണിക്കുന്നത്. താൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ അടച്ചിട്ട മുറിയിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പുതിയ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ തന്റെ സ്വകാര്യത കണക്കിലെടുത്ത് ഈ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വാദം രഹസ്യ സ്വഭാവത്തിൽ നടത്തണമെന്നാണ് അദ്ദേഹം അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം മാങ്കൂട്ടം ഒരു MLA കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തന്റേതായ സ്വകാര്യതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് അടച്ചിട്ട മുറി എന്ന നീക്കത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കത്ത് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ അടച്ചിട്ട മുറിയെന്ന് തന്നെയാണെങ്കിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. പലപ്പോഴും അതിജീവിതകളാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാറുള്ളത്. എന്തായാലും നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതിന് തൊട്ടു മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ പുതിയൊരു ഹർജി കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഓരോ മണിക്കൂറിലും ഈ വിഷയം ഇങ്ങനെ പല രൂപത്തിൽ ആളിക്കത്തുകയും ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയുമാണ്. എന്നാൽ അതിനിടയിൽ ഇന്ന് വരെ പോലീസിന് മാങ്കൂട്ടത്തെ കണ്ടെത്താനാവാത്തത് കേരള പോലീസിന്റെ മാത്രം കഴിവുകേടാണ്. എന്നിട്ടിപ്പോൾ അതും കോൺഗ്രസിന്റെ തലയ്ക്കിടുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഒളിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ്. എന്തായാലും നാളെ എന്നതാണിപ്പോൾ ഇതിന്റെ നിർണായക കാര്യം.